കേരളത്തിനൊപ്പം അസമും നാളെ പോളിംഗ് ബൂത്തിലേക്ക് 126 നിയമസഭാ മണ്ഡലങ്ങൾക്ക് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തുടർ ഭരണം ലക്ഷ്യമിട്ട് ബിജെപിയും ഭരണം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങി കോൺഗ്രസും തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും കേന്ദ്രീകരിച്ച് ഉടലെടുത്ത വിവാദങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഭാര്യ റിനിക്കി ബൂയാൻ ശർമ്മയ്ക്ക് UAE ഗോൾഡൻ കാർഡ്, ആന്റിഗ്വ, ബർബുഡ, ഈജിപ്ത് എന്നിവിടങ്ങളിലെ പാസ്പോർട്ടുകൾ ഉണ്ടെന്നും അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മയെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന രേഖകൾ ഡിജിറ്റൽ കൃത്രിമത്തിലൂടെ നിർമ്മിച്ചതാണെന്നും പിന്നിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ വാദിച്ചിരുന്നു. ആരോപണങ്ങൾ തള്ളിക്കളയുന്നതിനോടൊപ്പം വർഗീയ ധ്രുവീകരണവും വികസന വാഗ്ദാനങ്ങളും മുൻനിർത്തിയാണ് BJP വോട്ട് തേടുന്നത്. കേരളത്തോടൊപ്പം തന്നെ അസമും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 126 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തുടർ ഭരണം ലക്ഷ്യമിട്ടാണ് BJPയും അതുപോലെ തന്നെ ഭരണം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസും. ഇവർ തമ്മിലുള്ള ഒരു വാശിയേറെ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. നാളെ അസമിലും വിധിയെഴുത്താണ്. മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയെ കേന്ദ്രീകരിച്ച് ഉടലെടുത്ത വിവാദങ്ങളും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഭാര്യ റിനിക്കി ബൂയാൻ ശർമ്മയ്ക്ക് UAE ഗോൾഡൻ കാർഡും അതുപോലെ തന്നെ ആന്റിഗ്വ, ബാർബുഡ, ഈജിപ്ത് എന്നിവിടങ്ങളിലെ പാസ്പോർട്ടുകൾ ഉണ്ടെന്നും അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തുകയുണ്ടായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മയെന്ന് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന രേഖകൾ ഡിജിറ്റൽ കൃത്രിമത്തിലൂടെ നിർമ്മിച്ചതാണെന്നും ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ വാദിച്ചിരുന്നു. ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നതിനോടൊപ്പം തന്നെ വർഗീയ ധ്രുവീകരണവും വികസന വാഗ്ദാനങ്ങളും മുൻനിർത്തിയാണ് BJP വോട്ട് തേടുന്നത്. എന്തായാലും ഇതിൽ അസം എന്ത് വിധി എഴുതും എന്നതാണ് ഇനി കാണേണ്ടത്. ഈ ഒരു കേരളത്തിനോടൊപ്പം തന്നെ നാളെ അസമും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 126 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് അസമിൽ നടക്കുന്നത്. ഈ ഒരു തുടർ ഭരണം ലക്ഷ്യമിട്ടാണ് BJP മത്സരത്തിനിറങ്ങുന്നത്. എന്നാൽ ഈ ഒരു ഭരണം തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസ് നടക്കുന്നത്. വാശിയേറിയ പോരാട്ടം തന്നെയാണ് അസമിൽ നടക്കുന്നത്. നാളെ അസം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്.